ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. പിന്നെ വിമാനത്തിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. സേഫ്റ്റി മെഷേഴ്സ്, ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഇത് കൊടുക്കല്ലോ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പക്ഷേ ആരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. അത് യാത്രക്കാരിങ്ങനെ സ്ഥിരമായൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ആരും ശ്രദ്ധിക്കില്ല. കാരണം അവർ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു വാണിങ്, ഇപ്പോൾ എമർജൻസി ലാൻഡിങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ഷാർപ്പ് മൈൻഡഡായിട്ട് കേൾക്കും. എന്താണ് പറയുക, ഓരോ വാക്കും ശ്രദ്ധിക്കും. ഇതുപോലെയാണ് നമ്മൾ കുറേ കാലമായിട്ട് ആളുകളുടെ ആരോഗ്യത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല, പലരും ശ്രദ്ധിക്കുന്നില്ല. കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇത് എന്താണ് എത്ര പ്രത്യേകത എന്നാരും വിചാരിക്കുന്നത്. പക്ഷേ ഒരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന്, ഒരു ചെസ്റ്റ് പെയിൻ വന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആര് പറയുന്നത്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ശരീരമായിട്ട് ബന്ധപ്പെട്ട് ആര് പറയുന്നതും വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കൂലേ? ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഈ ജിമ്മിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ജിമ്മ് വെറുതെ മസിൽ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ജീവിത രീതികളും ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് പരിശോധിച്ചു നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരുപാട് 30-40 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതുപോലെ ഒരുപാട് അത് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായി വരുന്നതല്ലല്ലോ. ഒരുപാട് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു എക്സ്പീരിയൻസ്, ഇപ്പോൾ നിങ്ങൾ എത്ര വർഷമായി? കുറേ വർഷമായില്ലേ ഈ ജിമ്മിൻ്റെ? ഇല്ല, എനിക്കിപ്പോൾ എൻ്റെ 8ാം വയസ്സിൽ തുടങ്ങിയതാണ് ഇങ്ങനെ മാർഷൽ ആർട്സ് ആയിട്ട്. ജിമ്മല്ല, മാർഷൽ ആർട്സ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ. അന്നത്തെ കാലത്തൊന്നും ജിമ്മ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ 10-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സിമെന്റ് ഒക്കെ വാർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന വെച്ചിട്ടുള്ള കളി തുടങ്ങുന്നത്. നമ്മളൊരു ജിമ്മിൽ കയറുന്ന 16-17 വയസ്സിലാണ്. അങ്ങനെയാണ് ഒരു +2 കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ പോണത്. പിന്നെ നമ്മളെ യാത്ര അങ്ങനെ പോയി. 20 വയസ്സിൽ ട്രെയിനറായിട്ട് സൗദി പോയി. 31 വയസ്സ് വരെ അവിടെയാണ്. പിന്നെ വന്ന് നാട്ടിൽ സെറ്റിലായി. നിങ്ങൾക്കറിയാലോ, നമ്മളവിടെ ഫസ്റ്റ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, ഒരുപാട് ജനറേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് ആളുകൾക്ക് നമ്മൾ ഹെൽത്തിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ ആരും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവർ ബോധയുടെ അല്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഇൻസിഡൻറ്റ് വന്നാലേ അവരെന്താവുള്ളൂ ഇതിനെക്കുറിച്ചിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സും ചെയ്യാനുള്ള മനസ്സൊക്കെ വരുള്ളൂ. അല്ലാതെ നമ്മൾ ആരോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എത്ര വിളിച്ചുണർത്തിയാലും അയാൾ എഴുന്നേൽക്കാൻ തയ്യാറാവില്ലല്ലോ. രാവിലെ നല്ല തണുപ്പൊക്കെയുള്ള ദിവസമാണെങ്കിൽ ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി വിളിച്ചാൽ അയാൾ എഴുന്നേൽക്കില്ല. പെട്ടെന്ന് ആളോട് പറയണതാ, നിങ്ങളെ ബെഡിൽ ഒരു പിന്നെ തേള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയുണ്ട് അല്ലെങ്കിൽ ഒരു എലിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചാടി നീക്കൂല. ഇതുപോലെ ഒരു 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 ഇൻസ്പിറേഷൻ, അതായത് പെട്ടെന്ന് ഇത് ചെയ്യാനുള്ളൊരു താല്പര്യം എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുക ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പലർക്കും ഇത് പല രീതിയിലാണ്. ഓരോന്നിനോട് പാഷൻ ഉണ്ടാവുക. അപ്പം ഇതിനോട് പാഷനുള്ള ആളുകളെ നമ്മൾ വിളിക്കേണ്ട, ക്ഷണിക്കേണ്ട. അവർ കണ്ടറിഞ്ഞ് തന്നെ വന്ന് ചെയ്യും. അല്ലാത്ത ആളുകളോട് ഇനി നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസുകളാലെ ബുദ്ധിമുട്ടിയാലും മാത്രമേ അവർക്കുള്ള ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അവർ നേരെ പോകുന്നത് മെഡിസിനാണ്, ഡോക്ടറാണ്. ശരിക്കും നേരെ വിപരീതമാണ് വേണ്ടത്. കാര്യം ഇന്ന് കണ്ടുവരുന്നുള്ള എല്ലാ രോഗങ്ങളും, ഇപ്പോൾ എന്തൊക്കെ രോഗങ്ങൾ വരുന്നുണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഡിസ്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്, മുട്ടിനുള്ള തേയ്മാനം, അമിതഭാരം കാരണമുള്ള പ്രശ്നങ്ങൾ, PCOD, അതുപോലെ ബ്ലോക്ക്, ഈ അൾസർ, ക്യാൻസർ, ഈ തൈറോയിഡ്, ഡിപ്രഷന്, ആങ്സൈറ്റി, അതേപോലെ ക്ഷമിക്കാനുള്ള, പൊറുക്കാൻ, സഹിക്കാനൊക്കെ ഉള്ള കഴിവ് നഷ്ടപ്പെടുക, ഇമോഷണൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ തണുപ്പ് താങ്ങാൻ പറ്റില്ല, ചൂട് താങ്ങാൻ പറ്റില്ല. ഇത് എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ഇത് ഒരു ശരീരത്തിൻ്റെ എന്താ പറയുക, ലൈഫ് സ്റ്റൈലിൽ വന്നൊരു മാറ്റം കാരണം
ഉള്ളിലുള്ള ഇന്റേണൽ ഫങ്ഷൻസിന്റെ ഡിസോർഡർ ആണ്. അത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഭക്ഷണമായിട്ട് ബന്ധമുണ്ട്, ഉറക്കമായിട്ട് ബന്ധമുണ്ട്, നമ്മളെ വർക്കൗട്ടായിട്ടുള്ള ബന്ധമുണ്ട്. ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും ഫസ്റ്റ് ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണം ഒന്ന് ആഹാരത്തിലെ, ഇന്ന് ആഹാരക്കുറവല്ല. പണ്ട് നമ്മളൊക്കെ കാലത്ത് ആഹാരം കുറച്ചേനി, പക്ഷെ നല്ല കരുത്തരേനി എല്ലാവരും. കാര്യം അന്ന് നാച്ചുറൽ ഫുഡ് നമ്മൾ കഴിച്ചിരുന്നു. ഈ നാച്ചുറൽ ഫുഡിൽ എന്തുണ്ടായിരുന്നു? ധാരാളം പോഷകാഹാരങ്ങൾ അടങ്ങിയിരുന്നു. ഇന്ന് 24 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു കോയിനെ നമ്മൾ 2 കിലോനാക്കുന്നത്. അപ്പോൾ സയൻസ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ചെയ്യുന്നതിൽ പോഷകം നാച്ചുറലിനേക്കാളും അപേക്ഷിച്ച് 1/5 ഭാഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് പോഷകം അതിലില്ല. ഇതുപോലെ തന്നെയാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ 2 മാസം 3 മാസം കൊണ്ടൊക്കെയാണ് ഇതിന്റെ ഉണ്ടാകുന്നത്. അങ്ങനെ ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറെ നമുക്ക് കിട്ടാനില്ലല്ലോ, വേറെ നമ്മൾ ചെയ്യാം ഇല്ല. വേറെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം വരുമ്പോഴാണ് സയൻസ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള പോഷകക്കുറവ് വന്നപ്പോഴാണ് ശാരീരികമായിട്ട് ആളുകൾ അൺഫിറ്റ് ആകാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് സയൻസ് കണ്ടെത്തിയ മാർഗം എന്താണ്? ഇതിനെ പ്രതിരോധിക്കാനാണ് ഈ സപ്ലിമെന്റുകൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പം ഇത് നമ്മൾ ഓരോ ശരീരത്തിനും അനുയോജ്യമായ രീതിയിൽ നല്ല സാധനങ്ങൾ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു ഡയറ്റീഷ്യന്റെ കീഴിൽ അല്ലെങ്കിൽ ട്രെയിനറെ കീഴിൽ കറക്റ്റ് സെർവ് ചെയ്താൽ നമുക്ക് റിട്ടേൺ വരാം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നാച്ചുറൽ ഫുഡ് നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. ഒന്നതാണ്. രണ്ടാമത് ടെക്നോളജി വന്നപ്പോൾ നമ്മളെന്തായി, ആക്ടിവിറ്റീസ് ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ജിമ്മിൽ വന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് കാലം ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു വാഹനമായാലും തുരുമ്പെടുത്ത് കേടുന്നു പോകും. ഇതുപോലെ ഒരു മനുഷ്യൻ ഒരുപാട് കാലം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്താവും? അയാളെ ഇന്റേണൽ ഡിസോർഡർ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അയാൾ അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എക്സസൈസ് ചെയ്യാൻ അയാൾ മുതിർന്നിറങ്ങുമ്പോൾ അയാൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പം അത് ഗുണത്തേക്കാളെ ദോഷമായിരിക്കും വരിക. പല അപകടത്തിലേക്ക് അത് കൊണ്ടുപോകും. അത് മോണിറ്റർ ചെയ്തിട്ട് തന്നെ എന്താവണം, പോകണം നല്ലൊരു ട്രെയിനറൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യന്റെ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ഓയിൽ, എന്തൊക്കെ ഫ്യൂവൽ ഉപയോഗിക്കണം എന്നുള്ളത് ആ മാനുഫാക്ചറർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അതെ അതെ. പക്ഷെ ഒരു മനുഷ്യന് അയാൾ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഒരാളുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് ആർക്കും അറിയില്ലല്ലോ, പലർക്കും അറിയില്ല. അതുകൊണ്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ കാറിൽ നമ്മൾ പെട്രോൾ ഒഴിക്കേണ്ട കാറിൽ നമ്മൾ ഡീസൽ ഒഴിച്ചുകൊണ്ട് ആ എൻജിൻ കേട് വരാമെന്നല്ലാതെ ഇതേപോലെ നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത, അല്ലെ ശരീരത്തിന് വേണ്ടാത്തൊരു സാധനം, അത് ലിക്വിഡായാലും ഭക്ഷണമായാലും എന്താണെങ്കിലും നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിനെ അത് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാലത്ത് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ അത് ജനങ്ങളിലേക്ക്, ഇപ്പോൾ ജിമ്മ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർ വരാൻ ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി അറിയില്ലായ്മ ഉണ്ട്. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജിമ്മിൽ ഒരു 99% ആളുകൾ ഇഷ്ടപ്പെട്ട് വരുന്ന പോലെയല്ല, അവരെ അവസ്ഥനോട് ഗതികേടുകൊണ്ട് അവസാനത്തെ ഒരു അതും അവസാന ഓപ്ഷൻ ആയിട്ടാണ് അവരതിനെ കാണുന്നത്. പാഷനായിട്ടുള്ളവർ ഫസ്റ്റ് ടൈമേ വരും, മനസ്സിലാവണ്ടല്ലോ. അപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടാണ് അവർ വരുന്നത്, അത് ഇഷ്ടപ്പെട്ട് വരുന്ന പോലെ അല്ല മോസ്റ്റ്ലി ആളുകൾ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ വന്നാലും മോസ്റ്റ്ലി ഒരു നല്ല ട്രെയിനർ ആണെങ്കിൽ അയാളുടെ ശാരീരിക പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അയാളെ ബോഡി പാരാമീറ്റർ നോക്കി ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അയാൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം, കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലല്ലാതെ കണ്ടിട്ട് അയാൾക്ക് റിക്കവർ ചെയ്ത് വരാൻ കഴിയൂല. അപ്പം ആളുകളെ ഇനി ഇപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ജിമ്മിലേക്ക് വരുമ്പോൾ അയാളെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അയാൾ ഫസ്റ്റ് കാണുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ അയാൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ജിമ്മ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പോണ ജിമ്മ്, ഇല്ലെങ്കിൽ ഏറ്റവും ഫീസ് കുറവുള്ള ജിമ്മാണ് ജനങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ അതാണ്. അപ്പൊ പിന്നെ അവർക്ക് റിസൾട്ട് കിട്ടൂല. അവർ നോക്കുന്നില്ല ട്രെയിനർ ആരാണെന്നോ, എന്താണെന്നോ, അയാളെ എക്സ്പീരിയൻസ് എന്താണെന്നോ, അയാൾ ഇത് പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ടോ, ഇതിന്റെ തിയറി പഠിച്ചിട്ടുണ്ടോ. കാരണം ജിമ്മിലേക്ക് വരുന്ന 100 ആളാണെങ്കിലും 100 ടൈപ്പ് ബോഡിയാണ്. ഓരോ ടൈപ്പ് ബോഡിനെയും നമ്മൾ മനസ്സിലാക്കി ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യുന്ന പോലെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് അവരുടെ ബോഡി പാരാമീറ്റർ നോക്കി എന്നിട്ട് വേണം അവർക്ക് വർക്കൗട്ട് ഷെഡ്യൂൾ ആയാലും ഡയറ്റ് ഷെഡ്യൂൾ ആയാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ കുറേ വർഷമായില്ല? ഞാനിപ്പോൾ ഒരു 10 വർഷമായി ഫീൽഡിൽ നിൽക്കുന്നത്. വിദേശത്ത് എത്ര വർഷം ഉണ്ടായിരുന്നു? വിദേശത്ത് 10 വർഷം. 10 വർഷം അല്ലേ? ഇതേ ഫീൽഡ്? ഇതേ ഫീൽഡ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പഠിച്ചത് ഇതാണ്, ഇങ്ങനെയാണ് ഒരാളെ മോണിറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്തു പോകാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ജനങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ആ റിസൾട്ട് അപ്പം തന്നെ ഓൾക്ക് കിട്ടും. ഏത് അടുത്തുള്ള ജിമ്മ് കിട്ടി, പോണ സുഹൃത്തുക്കളെ ജിമ്മും കിട്ടും, പിന്നെ ഫീസ് കുറവുള്ള ജിമ്മും കിട്ടും. അതോടുകൂടിയുള്ള പ്രശ്നം വെച്ചാൽ ഈ ഫീസ് കുറവുള്ള ജിമ്മിലേക്കൊക്കെ പോയാൽ അവിടെ ഭയങ്കര കൺജഷൻ ആയിരിക്കും, തിരക്കായിരിക്കും. കാരണം ഗൾഫിലെ പോലെ അല്ല ഇവിടെ ഒക്കെ ഒരു പേര് മെഷീനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരക്ക് കൂടി കഴിഞ്ഞാൽ മെഷീൻ്റെ അവൈലബിലിറ്റി കുറയും, ട്രെയിനർ അവൈലബിലിറ്റി കുറയും. അപ്പം നമ്മളെ വർക്കൗട്ടും ഭയങ്കരമായിട്ട് ലാഗ് ആവും, അപ്പോൾ റിസൾട്ടും കിട്ടൂല. അവസാനം കുറ്റായിരിക്കും ഉണ്ടാല്, ജിമ്മിനും ട്രെയിനർക്കും തന്നെ ഉണ്ടാവുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, എന്ത് നല്ലൊരു റിസൾട്ട് പിന്നെ ആഗ്രഹിച്ചിട്ട് ജിമ്മിൽ വരുന്നവർക്ക് അത് കിട്ടണമെങ്കിൽ 3 കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കണം. ഒന്ന് കൺസിസ്റ്റൻസി, ഇന്ന് ട്രെയിനറെ പെർമിഷൻ ഇല്ലാതെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യരുത്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഡയറ്റ്, കാര്യം ഒരാൾക്ക് അയാളെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഡയറ്റ് കൊടുക്കുന്നത്, ഇതും അയാൾ ബ്രേക്ക് ചെയ്യരുത്, കറക്റ്റ് അത് ചെയ്തിരിക്കണം. മൂന്നാമത് അയാൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഉറങ്ങണം, പറഞ്ഞ പോലെ ഉറങ്ങണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ജിമ്മിൽ വരുന്ന 99% ആളുകൾ ഈ 3 കാര്യം ചെയ്യൂല. ഇപ്പം പലരും ജിമ്മ് വരുമ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള ദിവസം വരുന്നേ പോകണം, കൺസിസ്റ്റൻസി ഇല്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടണോ അങ്ങനെ അല്ല, ആഗ്രഹം അതാണ് അവർക്ക്. പക്ഷെ അവർ കൊടുക്കുന്ന പ്രയോറിറ്റി വളരെ കുറവാണ്. കാര്യം വെച്ചാൽ ഒരു ചിലപ്പോൾ ഒരു ദിവസം കല്യാണം ഉണ്ടായിരുന്നു പോകും, വർക്കൗട്ട് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഓൾക്ക് തോന്നിയ ദിവസം വരും, തോന്നിയ ദിവസം വരൂല. ഈ രീതിയിലാണ് വരുന്നത്. ഒരു മാസം വന്ന് കളിച്ച്, ഒരു മാസം ഒന്നല്ല, ചിലപ്പോൾ 2 ദിവസം വന്നാൽ 1 ദിവസം വരൂല, 4 ദിവസം വന്നാൽ ചിലപ്പോൾ 4 ദിവസം 3 ദിവസം വരൂല. ഇങ്ങനെ തോന്നിയ ദിവസം വരുന്നത് പോകും. ഇതേപോലെ വർക്കൗട്ട് ഡയറ്റ് കൊടുത്താലും അത് കറക്റ്റ് ചെയ്യൂല, ഓൾക്ക് തോന്നിയ പോലെ ചെയ്യും. 3 ദിവസം കറക്റ്റ് ആക്കും, 4ാമത്തെ ദിവസം പൊട്ടിച്ചിട്ടുണ്ടാവും. തോന്നിയ പോലെ അവർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വർക്കൗട്ട് ആയാലും ശരി, നമ്മൾ കൊടുക്കുന്ന വർക്കൗട്ട് പ്രോപ്പറായി ചെയ്യാനും അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ വരുന്ന ആൾ അയാൾക്ക് തോന്നിയ മാതിരി വരുന്നത് പോകുന്നു, അയാൾക്ക് തോന്നിയ മാതിരി ഭക്ഷണം കഴിക്കുന്നത്, അയാൾക്ക് തോന്നിയ മാതിരി വർക്കൗട്ടും ചെയ്താൽ ലോകത്ത് ഒരു ജിമ്മിലും ഒരു ട്രെയിനർക്കും അയാൾക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ കഴിയില്ല. ശരിയല്ല? ഭക്ഷണം വലിയൊരു പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യം നഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം ആഹാരത്തിലെ പോഷകക്കുറവാണ്. അപ്പോൾ ഒരു ഡയറ്റിൽ നമ്മൾ ആദ്യം ഒഴിവാക്കലല്ല വേണ്ടത്. ശരീരത്തിന് അറിയാം അധികമായി വരുന്നൊക്കെ എന്ത് ചെയ്യണമെന്ന്, അതല്ല പ്രശ്നം. പ്രശ്നം കുറവ് വരുന്നതാണ്. ശരീരത്തിന് കിട്ടേണ്ടതായിട്ടുള്ള പോഷകം കിട്ടിയിട്ടില്ലേ, ശരീരം എന്താ ചെയ്യുക? അമിതമായി വരുന്നതിന് ഒന്നില്ലെങ്കിൽ ബോഡി എന്താക്കും, സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളും, അല്ലേ? അത് വലിയ സീനല്ല. അത് വർഷങ്ങളോളം അങ്ങനെ അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നേരെ മറിച്ച് ഒരു ദിവസം ഒരു നേരം തന്നെ നിങ്ങൾ കഴിക്കണതിലെ പോഷകം കുറവ് സംഭവിച്ചാൽ നിങ്ങളെ ബോഡിക്ക് അത് റിക്കവർ ചെയ്യാൻ കഴിയൂല. കാര്യം നമ്മൾ ആഹാരത്തിൽ കുറവ് വരുന്ന എന്ത് ന്യൂട്രീഷനും ബോഡി കിട്ടിയിട്ടില്ലെങ്കിൽ അത് എവിടുന്ന് എടുക്കും? നമ്മൾ ഓർഗൻസിൽ നിന്ന് എടുക്കും. അപ്പോൾ ഓർഗൻസിന്റെ ഡെൻസിറ്റി അങ്ങനെ കുറയും, കപ്പാസിറ്റി അങ്ങനെ കുറഞ്ഞ് വീക്കായി അങ്ങനെ ഒരു നാളാണ് അതൊരു രോഗമായിട്ട് പ്രതികരിക്കുന്നത്. അതിപ്പോ ഈ മസില്, പല്ല്, മുടി, അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എക്സസ് ആയി വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഓയിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സസ് ആണ്. അപ്പോൾ ആവശ്യമുള്ള എടുത്ത് ബാക്കിയുള്ളത് ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ഈ സംഭവം. നേരെ മറിച്ചിട്ട് ശരീരത്തിലേക്ക് ആവശ്യമുള്ള അളവിൽ കിട്ടാതെ പോകുന്നത് ഒന്ന് വാട്ടറാണ്, പിന്നെ പ്രോട്ടീനാണ്, പിന്നെ ഫൈബർ, പ്രോബയോട്ടിക്സ്, അതുപോലെ മിനറൽസ്, വൈറ്റമിൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത്. അത് ഇന്നത്തെ ആഹാരത്തിൽ ഒരു ശരീരത്തിനും ആവശ്യമുള്ളതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാഞ്ഞ ശരീരം എന്ത് ചെയ്യും? ശരീരം അടങ്ങിയിരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരീരം പ്രവർത്തിക്കുമ്പോൾ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ ഇതാദ്യം മസിൽസ് നിന്ന് എടുക്കും പ്രോട്ടീൻ. മസിൽ വീക്കാവും. എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലേക്ക് ഓരോരുത്തരുടെ ശരീരഭാരത്തിനനുസരിച്ച് അവർക്ക് കിട്ടേണ്ട, ഫോർ എക്സാമ്പിൾ നിങ്ങളെ ബോഡിക്ക് 100 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ റിക്വയർമെന്റ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന 60-70 ആണെങ്കിൽ ബാക്കി മസിൽസ് നിന്ന് എടുക്കും. അതാണ് നിങ്ങളെ മസിൽസ് എന്ത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മസിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. പ്രോട്ടീൻ ഷോർട്ട് വരുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ആകുമ്പോൾ മസിൽസ് അവിടെ നടക്കുന്നത് കെറ്റാബോളിസ് ആണ്. എന്ന് വെച്ചാൽ മസിൽ ലോസ് ആവുകയാണ്, അവിടെ ഫാറ്റ് സ്റ്റോർ ചെയ്യും. കറക്റ്റ് അളവിൽ പ്രോട്ടീൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മസിൽസ് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആവുന്നില്ല, മസിൽസ് നല്ല ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത്, ഇപ്പം നമുക്കൊരു വർക്ക് ചെയ്യാൻ ആവശ്യം എന്താണ്? എനർജിയും പവറും അല്ലേ? എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഫാറ്റ്. പവർ ഫ്രം പ്രോട്ടീൻ അല്ലേ? അപ്പം നിങ്ങൾ കഴിക്കുന്ന എനർജിനെ കുറിച്ച് നമ്മൾ വെറിയിട്ട് ആവണ്ട, അത് ഓവറായി വരുന്നുണ്ട്, നമ്മളെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം കിട്ടാത്ത എന്താണ്? പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ഷോർട്ട് വരുമ്പോൾ മസിൽ അവിടെ വീക്കാകുകയാണ്. അപ്പോൾ മസിൽ വീക്കാകുമ്പോൾ നിങ്ങളെ വേഗത കുറയാണ്, നിങ്ങൾക്ക് കൂടുതൽ ഭാരം പൊക്കാൻ കഴിയില്ല, കൂടുതൽ നമ്പർ അടിക്കാൻ കഴിയില്ല, വേഗത്തിൽ ഓടാൻ ഒന്നും കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ബോഡി ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയാണ്, അല്ലേ? ഊർജ്ജം ഉപയോഗിക്കുന്നില്ല. അപ്പം നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഒക്കെ പിന്നെ എന്താക്കാണ് ബോഡി ഉപയോഗിക്കാൻ, അത് ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പോൾ ആ ഫാറ്റ് റിഡ്യൂസ് ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യം എന്താണ്? ആ
എത്രത്തോളം കാർബോ വരുന്നുണ്ട് അത് കത്തിക്കണമെങ്കിൽ ബോഡി എന്ത് വേണം, അതിനനുസരിച്ചുള്ള എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കുന്ന ബോഡിക്ക് എന്ത് വേണം, മസിൽസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതിനനുസരിച്ചുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക് ആയി. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ബോഡി കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, വെയിറ്റ് കുറയണമെങ്കിലൊക്കെ നിങ്ങൾ പുറത്തുനിന്നുള്ള ഇൻടേക്ക് അത് നിർത്തിയാൽ മതി. ഏത് ഈ ഫാറ്റ് അല്ലെങ്കിൽ ഓയില്, കാർബോ, ഷുഗറൊക്കെ അത് നിർത്തിയാൽ പുറത്തുനിന്ന് വരില്ലേ. പിന്നെ ബോഡി എവിടുന്ന എടുക്കുക, ബോഡിയിൽ സ്റ്റോർ ചെയ്ത ഫാറ്റ് നിന്ന് എടുക്കുക. ശരിയല്ല? ഭക്ഷണം നന്നായിട്ട് ശരീരത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. അതെ, എക്സസൈസ് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയല് കഴിച്ച ആഹാരം ബോഡി അബ്സോർവ് ചെയ്യാനാണ്. ഫുഡ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നിങ്ങളെ. അപ്പൊ അബ്സോർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആവുന്നത്. അല്ല, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അറ്റ് എ ടൈം ഒന്നായിട്ട് ഒരുപാട് കഴിക്കുക, വെള്ളം ഒരുപാട് കുടിക്കുക ഒരു സമയത്ത്, അത് എത്രത്തോളം ശാസ്ത്രീയമാണ്? അല്ല, അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ശരീരത്തിന് ഒരൊറ്റയടിക്ക് 100 കിലോ തലയിലേറ്റി പോകാൻ കഴിയൂലല്ലോ. കഴിയൂല. അപ്പോൾ ഓരോ സംഭവത്തിനും ഒരു ബയോ അവൈലബിലിറ്റി ഉണ്ട് ഭക്ഷണത്തിന്. അതുപോലെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആഹാരമൊക്കെ കഴിക്കും, പക്ഷേ അതിനുള്ള ബയോ അവൈലബിലിറ്റി എല്ലാത്തിനും ഒരുപോലെ അല്ല. ഇപ്പൊ വെള്ളം നമ്മൾ പറയും ശരാശരി ഒരു മനുഷ്യന് 3 മുതൽ 3 ലിറ്റർ 600 ml കുടിക്കണം എന്ന് പറയും. ചിലവർ എന്നോട് വന്ന് പറയും ഞാൻ 4 ലിറ്റർ കുടിക്കുന്നുണ്ട്, 5 ലിറ്റർ കുടിക്കുന്നുണ്ട്, വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. പക്ഷെ സയൻസ് പറയുന്നത് അറ്റ് എ ടൈം വെള്ളം 100 മുതൽ 150 ml അബ്സോർവ് ചെയ്യുള്ളൂ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പം ഒരാൾ ഒരു 1/2 ലിറ്റർ കുടിച്ചാൽ ബോഡിക്ക് എത്ര കിട്ടണേ? 100 അല്ലെങ്കിൽ 150 ml കിട്ടുള്ളൂ. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് 300 കിട്ടുള്ളൂ, 2 ലിറ്ററിന് 600 കിട്ടുള്ളൂ, 4 ലിറ്ററിന് 1,200 കിട്ടുള്ളൂ. ബോഡിക്ക് എത്ര വേണ്ടേ? 3 അല്ലെങ്കിൽ 3,600ഓളം കിട്ടണം എന്നാ പറയുന്നത്. അപ്പൊ വെള്ളവും കുടിക്കുന്നുണ്ട്, ബോഡിക്ക് വെള്ളം കിട്ടുന്നുണ്ടോ? കിട്ടണില്ല. ലോഡ് വരും ചെയ്യും. അത് കിഡ്നിക്ക് പണി തരും. കുടിക്കേണ്ടത് മാക്സിമം പോയാലേ ഇപ്പൊ ഒരു എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയാൻ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു വായൽ എത്ര കിട്ടുമോ അത്ര ഒരു നേരം നമുക്ക് കുടിക്കാം. അത് ഒരു വായൽ നിറയെ എത്ര വെള്ളം കിട്ടുമോ അത്ര വെള്ളം നമുക്ക് ഒരുമിച്ച് ഇറക്കാം. പിന്നെ വീണ്ടും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണേൽ വീണ്ടും നമുക്ക് എന്താക്കാം, അത് അബ്സോർവ് ചെയ്യും. അത് അങ്ങനെ കൊടുത്താൽ വെള്ളം കുടിക്കുന്നത് കംപ്ലീറ്റ് ബോഡി അബ്സോർവ് ചെയ്യും. അപ്പൊ എല്ലാ കോശങ്ങൾക്കും വെള്ളം കിട്ടും, ശരീരഭാഗങ്ങളിൽ വെള്ളമൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. നമ്മളെ മെറ്റാബോളിസം ഭക്ഷണങ്ങളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം 5 മുട്ട ഒരുമിച്ച് കഴിക്കുക. അതിലപ്പുറം കഴിച്ചിട്ട് കാര്യമില്ല, അത് ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ കഴിയൂല. വരാൻ മനസ്സിലായില്ല എനിക്ക്. പിന്നെ ഒരു 3 മണിക്കൂറോ 3.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം. അങ്ങനെ ഓരോ ഭക്ഷണത്തിനും ഡിഫറെന്റ് ബയോ അവൈലബിലിറ്റിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നന്നായിട്ട് കഴിക്കരുത് അല്ലേ? യെസ്, നന്നായിട്ട് കഴിക്കാറുണ്ട്. ഒരുപാട് കഴിക്കാന്നുള്ള അല്ല അതിന്റെ ലക്ഷ്യം. ശരീരത്തിലേക്ക് ആവശ്യമുള്ള അളവില് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നന്നാക്കി, അതാണ് നന്നാക്കാൻ പറയുന്നത്. ഇത് നമ്മളെ ഭക്ഷണം ആവശ്യമായ ബാലൻസ് ഫുഡ് കഴിക്കണം. ഈ നല്ലോണം കഴിക്കണ പറയുമ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ ഒരുപാട് വയറ് നിറയെ അങ്ങ് കഴിക്കും. അതെല്ലാം